സുഹൃത്തുക്കളെ, ചെറിയ വിലയ്ക്ക് ഒരു അടിപൊളി സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. നമ്മൾ സാധാരണയായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം നോക്കുന്നത് ഒരു ഡോക്ടറിന്റെ എംബ്ലം ഉണ്ടോ, വക്കീലിന്റെ എംബ്ലം ഉണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ ശരിക്കും നോക്കേണ്ടതല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് നോക്കേണ്ടത്. കാരണം പിന്നെയാണ് വണ്ടിന്റെ എഞ്ചിനും കാര്യങ്ങളും നോക്കേണ്ടത്. അപ്പോൾ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ ഒരു അടിപൊളി ബീറ്റിന്റെ ഒരു പെട്രോൾ എഞ്ചിൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിന്റെ കണ്ടീഷനൊക്കെ നോക്കിക്കോളി. വണ്ടി ക്ലീൻ കണ്ടീഷനാണ്, ഒരു റീപ്ലേസ്മെന്റും ഇതുവരെ ചെയ്തിട്ടില്ല. സിംഗിൾ ഓണറാണ്. 1,26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റ് ബോഡിയാണ്, വണ്ടി യാതൊരു കംപ്ലൈന്റും ഇല്ല. പിന്നെ AC ഉണ്ട്. അടുത്തത് വരുന്നത് സെൻട്രൽ ലോക്ക് ഉണ്ട്. അപ്പോൾ വണ്ടിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉള്ളു കാണിച്ചു തരും. ഇതാണ് വണ്ടിന്റെ ഉൾവശം വരുന്നത്. പവർ സ്റ്റിയറിംഗ്, AC, 2 പവർ വിൻഡോ, രണ്ട് സൈഡ് പവർ വിൻഡോ വരുന്നുണ്ട്. AC വർക്കിംഗ് ആണ്. AC അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള AC തന്നെയാണ്. ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എൻജിൻ റൂം നോക്കിക്കോ, നല്ല ക്ലീൻ ആയിട്ടുള്ള എൻജിൻ റൂം തന്നെയാണിത്. കുഴപ്പമില്ല, അങ്ങനെ കാണിച്ചു പോകാം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടി ആവശ്യമുള്ളവർ നമ്മളിതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഹരം കൊണ്ട് മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മൊഞ്ചും അരിപട്ടി തെരഞ്ഞൊരു കല്ലാണേ, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണേ, അലവുക്ക് വിത്തൗട്ട് കൂട്ടാണേ, അരിമുള്ള മനസ്സിന് തന്ന. സുഹൃത്തുക്കളെ, അപ്പൊ ഈ വണ്ടിക്ക് പാർട്ടി വലിയ വിലയൊന്നും ചോദിക്കില്ല. പാർട്ടി ചോദിക്കുന്ന വില ചെറിയ വിലയാണ്. അത് അവർ ചോദിക്കുന്നത് വെറും 1,10,000 രൂപ മാത്രമാണ് ഈ വണ്ടിക്ക് പ്രൈസ് പറയുന്നത്. അപ്പോൾ പാർട്ടി നേരിട്ട് വരിക, വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ കണ്ടീഷനാണ്, ഈ കണ്ടീഷനിൽ പുതിയ ഇൻഷുറൻസ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ 1,10,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ താഴെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.